ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മധ്യ കേരളത്തിലെ പഞ്ചായത്തുകളിലും നേട്ടം കൊയ്ത എൻ.ഡി.എ നിരവധി പഞ്ചായത്തുകൾ ഇന്ന് അധികാരത്തിലേറും. ബി.ജെ.പി വിജയക്കുതിപ്പിലേറിയ ജില്ലകളിലൊന്നാണ് കോട്ടയം. നേട്ടങ്ങളുടെ പട്ടികയിൽ തൃശ്ശൂരുമുണ്ട്. ഒപ്പം എറണാകുളത്ത് 2020 അടിതെറ്റിയിരുന്നു. വിവരങ്ങൾ നൽകും രേഷ്മ ബാബു. രേഷ്മ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മധ്യ കേരളത്തിലെ പൊതുചിത്രം എന്താണ്? അശ്വതി, മധ്യ കേരളത്തെ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള നേട്ടം BJP നേടിയിരുന്നു. അതായത് കോട്ടയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ തവണ 2 പഞ്ചായത്തുകളിലായിരുന്നു BJP ഭരണം നേടിയതെങ്കിൽ ഇത്തവണ അത് 3 ഉയർത്തിയിട്ടുണ്ട്. ഐമനം പഞ്ചായത്ത്, പൂഞ്ഞാർ തെക്കേക്കര ഉൾപ്പെടെയുള്ള കിടങ്ങൂർ പഞ്ചായത്തുകൾ, ഈ 3 പഞ്ചായത്തുകളിലാണ് BJPയുടെ ഭരണമുള്ളത്. പൂഞ്ഞാർ തെക്കേക്കരയിൽ വൻ വിജയമാണ് BJP നേടിയത്. അതോടൊപ്പം തന്നെ കിടങ്ങൂരിലും ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ഐമനം ഗ്രാമപഞ്ചായത്തിലെ 9 സീറ്റുകൾ തന്നെയാണ്. കാരണം ദേവസ്വം മന്ത്രിയായിട്ടുള്ള VN വാസവന്റെ മണ്ഡലമായ ഏറ്റുമാനൂരിലാണ് ഐമനം ഗ്രാമപഞ്ചായത്ത് ഉള്ളത്. അവിടെയാണ് മിന്നും വിജയം BJPക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 3 പഞ്ചായത്തുകളും BJP ഭരണത്തിലേറും. അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ BJP നിശ്ചയിച്ചിട്ടുള്ള പ്രസിഡന്റ് ആയിരിക്കും തെരഞ്ഞെടുക്കപ്പെടുക. എന്തായാലും ഈ 3 മിന്നും വിജയം BJPക്ക് നേടാൻ സാധിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടൽ BJP നേതാക്കൾക്കുണ്ട്. തൃശ്ശൂരിലേക്ക് കടക്കുകയാണെങ്കിൽ തൃശ്ശൂരിലും 3 BJP വലിയ രീതിയിൽ നില മെച്ചപ്പെടുത്തിയിട്ടുള്ളത്. ആവണിശ്ശേരിയിൽ നേരത്തെ കഴിഞ്ഞ 10 വർഷമായിട്ട് BJPയുടെ കോട്ട തന്നെയാണ് ആവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത്. പാറളം, വല്ലച്ചിറ ഉൾപ്പെടുന്ന 2 പഞ്ചായത്തുകളിലും BJP വലിയ രീതിയിൽ സീറ്റുകൾ നേടിയിട്ടുണ്ട്. 6 വീതമാണ് സീറ്റുകൾ നേടിയത്. പാറളത്ത് LDF 6, അതോടൊപ്പം തന്നെ NDA 6, സമാസമം തന്നെയാണ് നിൽക്കുന്നത് സീറ്റ് നില. പാറളത്തും വല്ലച്ചിറയിലുമാണ് ഒരു ടോസിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുക. കാരണം NDAയ്ക്കും UDFനും LDFനും ഈ 2 സമാസമ നിലയാണ്, സീറ്റ് നിലയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു നറുക്കെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. ഇവിടങ്ങളിൽ ഇന്ത്യ സഖ്യം പ്രാവർത്തികമാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും 10 അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. ഇങ്ങ് എറണാകുളത്തേക്ക് വരികയാണെങ്കിൽ ചെങ്ങമനാട് ഗ്രാമപഞ്ചായത്തിൽ NDA 6 സീറ്റുകൾ നേടിയിട്ടുണ്ട്. അവിടെ UDFന് 8 സീറ്റുകളുണ്ട്. ഭരണം അവർ പിടിച്ചെടുക്കുമെന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. സ്വതന്ത്രരും ചെങ്ങമനാട് ഗ്രാമപഞ്ചായത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ട് മാറിയേക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് കിഴക്കമ്പലം, അതോടൊപ്പം തന്നെ ഐക്കരനാട് പഞ്ചായത്തുകൾ 2020 നേടിയിട്ടുണ്ട്. 2020 അപ്രസക്തമായി പോയി ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം 2020 ഭരിച്ചിരുന്ന ജില്ലാ പഞ്ചായത്തിലെ വെങ്ങോല, കോലഞ്ചേരി ഡിവിഷനുകൾ ഇത്തവണ അവർക്ക് നഷ്ടമായിട്ടുണ്ട്. വടവുകോട് ബ്ലോക്ക് പഞ്ചായത്തും അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കുന്നത്തുനാടും മഴുവന്നൂർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളും നഷ്ടമായി. കഴിഞ്ഞ തവണ മൃഗീയ ഭൂരിപക്ഷം നേടിയ ഇടങ്ങളിലൊക്കെ തന്നെ ചെറിയ ഭൂരിപക്ഷത്തിൽ അല്ലെങ്കിൽ ചെറിയ വോട്ടുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് 2020 വിജയിക്കാൻ സാധിച്ചത്. കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ വരികയാണെങ്കിൽ 2020 ഒരു സീറ്റ് പോലും നേടാൻ സാധിച്ചില്ല. എന്തായാലും കോലഞ്ചേരിയും വെങ്ങോല ഡിവിഷനുകളും നഷ്ടമായിട്ടുണ്ട്. ഐക്കർനാടും കിഴക്കമ്പലവും മാത്രമാണ് നിലവിൽ 2020യുടെ കൈവശമുള്ളത്. എന്തായാലും എറണാകുളം ജില്ലയിൽ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് സീറ്റുകൾ നേടാനും നില മെച്ചപ്പെടുത്താനും NDAയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ വിജയത്തിലേക്ക് തങ്ങളെ എത്തിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ നേതാക്കന്മാർക്കുമുണ്ട്. ശരി രേഷ്മ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മധ്യ കേരളത്തിലെ പഞ്ചായത്തുകളിലും നേട്ടം കൊയ്തിരിക്കുകയാണ് NDA. എന്തായാലും അല്പസമയത്തിനകം തന്നെ ആരൊക്കെയാണ് അധ്യക്ഷന്മാരാകുമെന്ന് കണ്ടറിയാം.